സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ TV സംപ്രേഷണം ചെയ്ത വീഡിയോയിൽ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട വീഡിയോ സ്റ്റോറിക്കെതിരെ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. ആ വീഡിയോ എന്തായാലും റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ മുക്കിയിട്ടുണ്ട്. വീഡിയോയിൽ റിപ്പോർട്ടർ TVയോട് വിശദീകരണം തേടിയതായി ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ മനോജ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ സംഭവത്തിൽ റിപ്പോർട്ടർ TVക്കെതിരെ രൂക്ഷമായ വിമർശനവും ഉയരുന്നുണ്ട്. മത്സരത്തിൽ പങ്കെടുത്ത ഒപ്പന സംഘത്തിലെ മണവാട്ടിയായ കുട്ടിയോട് പ്രണയം തോന്നുന്ന റിപ്പോർട്ടർ എന്നതായിരുന്നു ആ സ്റ്റോറിയുടെ ഉള്ളടക്കം. മണവാട്ടിയായി മത്സരിച്ച വിദ്യാർത്ഥിനിയോട് റിപ്പോർട്ടർ പ്രണയത്തോടെ സംസാരിക്കുന്നതും നോക്കുന്നതുമായ ദൃശ്യങ്ങളാണ് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് അവതാരകൻ അരുൺകുമാർ ഉൾപ്പെടെ വീഡിയോയിൽ അഭിനയിച്ച റിപ്പോർട്ടറോടും മറ്റ് സഹപ്രവർത്തകരോടും ആ വിദ്യാർത്ഥിയെക്കുറിച്ച് ചോദിക്കുകയും പരസ്പരം കളിയാക്കുകയും ചെയ്യുന്ന ചർച്ചകളും റിപ്പോർട്ടർ TV സംപ്രേഷണം ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ചാനലിനെതിരെ രൂക്ഷമായ വിമർശനം ഉയരുന്നത്. പഠിക്കാനും അതിൻ്റെ തന്നെ ഒരു ഭാഗമായുള്ള ഇത്തരം കലാമേളകളിൽ പങ്കെടുക്കാനും വരുന്ന കുഞ്ഞു കുട്ടികളോട് അത് റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന മാധ്യമപ്രവർത്തകർക്ക് റൊമാൻസ് തോന്നുക എന്നത് ഓർക്കാൻ തന്നെ വയ്യാത്ത കാര്യമാണെന്ന് മാധ്യമപ്രവർത്തക നിലീന അത്തോളി പ്രതികരിക്കുന്നു. വേണ്ടെന്ന് വെക്കുന്ന ചില റിപ്പോർട്ടുകളും നമ്മളെന്ന മാധ്യമപ്രവർത്തകരെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. പഠിക്കാനും പഠനത്തിൻ്റെ ഭാഗമായുള്ള കലാമേളകളിൽ പങ്കെടുക്കാനും വരുന്ന കുഞ്ഞു കുട്ടികളോട് അത് റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന മാധ്യമപ്രവർത്തകർക്ക് റൊമാൻസ് തോന്നുക എന്നത് ഓർക്കാൻ തന്നെ വയ്യ. അപ്പോഴാണ് അത് വിഷ്വൽ സ്റ്റോറിയാക്കി സാധാരണവൽക്കരിക്കുന്നത്. തീർത്തും അപക്വം, അധാർമികം, തീർത്തും വിചിത്രമായ ഒരു റിപ്പോർട്ടിംഗ്. ചില വാർത്തകളുടെ ഒഴിവാക്കലുകളും നമ്മളെന്ന മാധ്യമപ്രവർത്തകരെ നിർണ്ണയിക്കും. ഒരു രസമുണ്ടാക്കാനായി സൃഷ്ടിച്ച ആ വീഡിയോ എനിക്ക് ആസ്വദിക്കാനേ കഴിഞ്ഞില്ല. ചെറിയ പെൺകുട്ടിയുള്ളത് കൊണ്ട് ആ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നില്ല. ഇതാണ് നിലീന അത്തോളി ഫേസ്ബുക്കിലെ പോസ്റ്റിൽ പറയുന്നത്. പ്രമോദ് രാമൻ, KJ ജേക്കബ് എന്നിവർ ഉൾപ്പെടെയുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകരും ഈ വിമർശനത്തെ ശരിവെക്കുന്നുണ്ട്. പോക്സോ എടുക്കേണ്ട തരത്തിലുള്ള സ്റ്റോറിയാണ് റിപ്പോർട്ടർ ചാനൽ ചെയ്തിരിക്കുന്നതെന്ന് മാധ്യമപ്രവർത്തകൻ അശോക് കർത്ത പറയുന്നു. ഉസ്താദ് ഹോട്ടൽ സിനിമയിലെ BGM ഒക്കെ ഇട്ടാണ് ഈ വീഡിയോ അവർ ഇറക്കിയത്. അതിനുശേഷമുള്ള വേറൊരു ബൈറ്റിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ദൈവമായ അരുൺകുമാറും ഈ പറഞ്ഞ റിപ്പോർട്ടറും വേറൊരുത്തനും കൂടെ ആദ്യത്തെ വീഡിയോ സംബന്ധിച്ച് വഷളൻ തമാശകൾ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്നും തൻ്റെ ഒപ്പന മണവാട്ടി എവിടെ എന്ന് ആ റിപ്പോർട്ടറോട് ചോദിക്കുകയും ചെയ്യുന്നു. ചാനൽ റേറ്റിംഗിൽ ഒന്നാമതെത്താനുള്ള മത്സരത്തിൽ സാമാന്യ മര്യാദകൾ മറക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ. എന്തും വിളിച്ചു പറഞ്ഞ് എന്തും കാണിച്ച് ഒന്നാം സ്ഥാനത്തേക്ക് എത്താനുള്ള ഓട്ടം അവസാനിക്കുന്നത് എവിടെയാണെന്ന് കണ്ടു തന്നെ അറിയണം. ധാർമ്മികതയും മാനവബോധവും വിളമ്പുന്ന ഡോക്ടർ പദവിയുള്ള അരുൺകുമാറെങ്കിലും ഈ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടതാണ്. അതാണ് സാമാന്യ മര്യാദയും.